വെൽക്കം ബാക്ക് ടു ടീം ഫെറീസ് ആൻഡ് മോം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ മക്കളുടെ ബർത്ത്ഡേ ദിവസമാണ്. അപ്പോൾ ഞങ്ങളിന്നൊരു ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് ഞങ്ങൾ ഓപ്പൈ താമരയിൽ എത്തിയിരിക്കുകയാണ്. അപ്പം രാത്രിത്തെ ഡിന്നറിൻ്റെ ടൈമിനാണ് നമ്മളിവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനും ഫാമിലിയാണ് വന്ന് നമ്മൾ മാത്രമേ ഉള്ളൂ, ഞാനും ചേട്ടനും മക്കളും മാത്രമേ ഉള്ളൂ. അപ്പോൾ ചെറിയൊരു സെലിബ്രേഷൻ. അപ്പോൾ നമ്മൾ എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഞങ്ങളെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, എങ്ങനെയാണ് ഫുഡൊക്കെ എൻജോയ് ചെയ്തിട്ട് പറയാം. അപ്പോൾ ഞാൻ കുറച്ച് വ്യൂസൊക്കെ കാണിച്ചു തരാം ഇവിടെ നിന്നിട്ടുള്ള. അങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങി കാറ് പാർക്ക് ചെയ്യാനായിട്ട് സെക്യൂരിറ്റി ഉണ്ടായിരുന്നു, പുള്ളിക്കാരൻ പാർക്ക് ചെയ്യും. അപ്പം ഇറങ്ങിയപ്പോൾ തന്നെ ചെറിയൊരു വെള്ളച്ചാട്ടം കണ്ട് മക്കൾ അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ അവിടെ നിന്ന് വെള്ളം കണ്ടിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട്, അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് നമുക്കൊരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ഫോട്ടോയ്ക്ക് അവർ തന്നെ പോസ് ചെയ്ത്, നമ്മളൊന്നും പറഞ്ഞൊന്നും കൊടുക്കണ്ട, അവർ തന്നെ ഇങ്ങനെ നിൽക്കാം അങ്ങനെ നിൽക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കരുതി ഞാനും കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കാമെന്ന്. അങ്ങനെ നമ്മൾ 3 പേരും കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ നമ്മൾ ഹോട്ടലെത്തി അകത്തോട്ട് കയറുവാണ്. അപ്പോൾ അകത്തോട്ട് കയറുമ്പോൾ തന്നെ നല്ല വിശാലമായൊരു ലോഞ്ചാണ്. അപ്പോൾ അവിടെ കുറച്ച് ആൾക്കാരൊക്കെ വന്നിരിക്കുന്നു, നമ്മളെ ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റായ എൻ്റെ മക്കൾ. അപ്പോൾ അവരെ ഞാൻ ഇങ്ങോട്ടേക്ക് വെൽക്കം ചെയ്യണം. അപ്പോൾ ഒരു പതുക്കെ മന്ദം പ്രിൻസസിനെ പോലെ 2 പേരും വരുന്നുണ്ട്. വന്നതിന് ശേഷം പിന്നെ മന്ദമൊന്നുമല്ലാന്ന് അവിടെ എല്ലാം കിടന്ന് ഓടിക്കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചെരുപ്പിൻ്റെ ശബ്ദം കേട്ടിട്ട് ഭയങ്കരമായ സൈലൻസ് ആയിരുന്നു. അപ്പം മക്കളിങ്ങനെ ഓടുമ്പോൾ ഭയങ്കര ശബ്ദം ഉണ്ടാകുന്നുണ്ടായിരുന്നു. പക്ഷേ പറഞ്ഞാൽ കുട്ടികളല്ലേ, അവർ കേൾക്കില്ലല്ലോ. പിന്നെ നല്ലൊരു ബാക്ക്ഗ്രൗണ്ടൊക്കെയാണ്. നമ്മൾ എന്നിട്ട് അകത്തോട്ട് കയറുമ്പോൾ തന്നെ ചെറിയൊരു കഫേ ടൈലും പോലെ ഉണ്ട്. അപ്പോൾ അവിടെ നല്ല അടിപൊളി പേസ്ട്രി കേക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമുണ്ട്. എന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് ലിഫ്റ്റിലോട്ടാണ്. അപ്പോൾ നമുക്ക് പോവേണ്ടത് 3rd ഫ്ലോറിലോട്ടാണ് പോവേണ്ടത്. അപ്പോൾ നമ്മൾ ലിഫ്റ്റിലോട്ട് കയറുവാണ്. അപ്പോൾ ലിഫ്റ്റ് കണ്ടപ്പോൾ മക്കൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാര്യം ഫുൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ നോക്കുന്ന ഭാഗത്തെല്ലാം മിറേഴ്സും കൂടെ ഉള്ളത് കൊണ്ട് അവർ ഭയങ്കര ഹാപ്പി. അപ്പോൾ അവിടെ ലൈറ്റുണ്ട്, ഇവിടെ ലൈറ്റുണ്ട്, എല്ലാ ഭാഗത്തോട്ടും ലൈറ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് 2 പേരും ഭയങ്കര ഹാപ്പി ആയിട്ടിരുന്നു. അപ്പോൾ തന്നെ നമ്മൾ 3rd ഫ്ലോറിലോട്ട് എത്തി. ഇനി നമുക്ക് 3rd ഫ്ലോറിൽ ചെന്നിട്ട് ബാക്കി കാഴ്ചകൾ അവിടെ ചെന്ന് കാണാം. അപ്പോൾ നല്ല ഒരു സൈലൻസാണ്. നമ്മൾ നേരെ ചെല്ലുമ്പോൾ കുറേ സ്പൈസസ് ഇങ്ങനെ വെച്ചേക്കുന്നതാണ്. കുറേ ബോട്ടിൽസിലും കാര്യത്തിലും ഒക്കെ സ്പൈസസ് ഒക്കെ ഇങ്ങനെ നിരത്തി വെച്ചേക്കാണ്. നല്ല രസമുണ്ട്. നമ്മൾ നേരെ കാണുന്നത് തന്നെയാണ് നമ്മുടെ ഡൈനിങ് സ്പേസ്. അപ്പോൾ നമ്മൾ 7 o'clock അത് ഓപ്പൺ ആകുന്നത്. നമ്മൾ നേരെ പുറത്തോട്ടിറങ്ങി. അങ്ങനെ പുറത്തോട്ടിറങ്ങിയപ്പോൾ നല്ല വിശാലമായ ഒരു സ്പേസ് തന്നെ നമുക്കിവിടെ ഉണ്ട്. അവിടെയും ചെറിയ സൈഡിൽ കൂടെ ഇങ്ങനെ വെള്ളമൊക്കെ ഈ വാട്ടർഫോളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ലൈറ്റൊക്കെ ഇട്ടേക്കുന്നത് കൊണ്ട് തന്നെ അത് കാണാൻ നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ മക്കൾ പൂള് കണ്ട് പൂളിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. അവിടെ ഒരു ഇൻഫിനിറ്റി പൂളുണ്ട്. പിന്നെ കുറേ ആൾക്കാരൊക്കെ അവിടെ വന്ന് ഇരിക്കുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ കുറച്ച് പാർട്ടിയോ എന്തോ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്തോ ഉണ്ട്, അവിടെയും കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം നമ്മളിവിടെ നിന്ന് പുറത്തോട്ട്, നമ്മളെ റോഡാണ്, റോഡിലോട്ടൊക്കെ നോക്കി നിന്ന് ഓപ്പോസിറ്റ് സൈഡിൽ ഓണത്തിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ലൈറ്റ്സൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് നമ്മളെ ഹോട്ടലിൽ നന്നായിട്ട് കാണാൻ പറ്റും. അപ്പം പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്ക് മക്കൾ പോയി അവിടെ പോയി കിടന്ന് ബീച്ചാണെന്ന് പറഞ്ഞിട്ട് അവർക്ക് ഭയങ്കര ഹാപ്പി. അവരാദ്യമായിട്ട് അപ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് ബീച്ച് പോലെ ഉണ്ടെന്ന് പറഞ്ഞ് ഫോട്ടോ എടുക്കാമേ എന്നൊക്കെ പറഞ്ഞ് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ടൊക്കെ റെഡി ആയിട്ട് നിന്ന് അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ നമ്മൾ അവിടെ നിന്ന് പുറത്തോട്ട് കാഴ്ചകളെല്ലാം കണ്ടിങ്ങനെ നിൽക്കുവാണ്. ഫുൾ ലൈറ്റൊക്കെ ഇട്ട് നമ്മൾ കുറച്ച് നേരത്തെ വരണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ നമ്മൾ ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി. ഞങ്ങൾ ഏകദേശം എത്തിയപ്പോൾ തന്നെ 6:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ചുകൂടെ നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ ലൈറ്റൊക്കെ നല്ലതുപോലെ ഉണ്ടായിരിക്കുമ്പോൾ നമുക്ക് നല്ലതുപോലെ ഫോട്ടോസ് എടുക്കാനും അവിടുത്തെ ഒരു സീൻസൊക്കെ എടുക്കാനൊക്കെ പറ്റുന്നു. അപ്പം ഞാനിങ്ങനെ അവിടെ നിന്ന് പുറത്തോട്ട് ലുലുവിലോട്ട് നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഭയങ്കര ഇരുട്ടായി തുടങ്ങി. അപ്പോൾ പിന്നെ നമുക്ക് അങ്ങോട്ടേക്ക് അകത്തോട്ട് പോകാമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അകത്തോട്ട് പോവുകയാണ്. ഇവിടെ നിന്നാലും ലൈറ്റൊന്നുമില്ല, അപ്പോൾ നമുക്ക് അവിടുത്തെ ഇതൊന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഞങ്ങളെ ബർത്ത്ഡേ പ്രിൻസസ്
ഞങ്ങളുടെ അകത്തോട്ടേക്ക് വെൽക്കം ചെയ്യുവാണ്. അവർ രണ്ടുപേരും ഒരുമിച്ച് കൈയൊക്കെ പിടിച്ച് ഹാപ്പി ആയിട്ട് വരുന്നുണ്ട്. ഇനി നമ്മൾ നേരെ ഡൈനിങ് സ്പേസിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ചെയറും നമുക്ക് ഇരിക്കേണ്ട സ്പേസ് നമുക്ക് കിട്ടി. നമ്മൾ അവിടെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. ബൊഫയാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് സൂപ്പ് എടുക്കാമെന്ന് കരുതി. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് സൂപ്പിൽ നിന്നാണ്. അപ്പോൾ ആദ്യം ഒന്ന് തട്ടി കളിച്ചു, കാര്യം സൂപ്പ് എവിടെ കാണുന്നില്ല. പിന്നെ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കിയപ്പോഴത്തേക്കാണ് സൂപ്പ് കണ്ടത്. അപ്പോൾ ഞാനെടുത്തത് വൈറ്റ് ക്രീമി സൂപ്പാണ് എടുത്തത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല സൂപ്പാണ്. അപ്പോൾ മക്കൾ പെട്ടെന്ന് സൂപ്പ് കണ്ടപ്പോൾ പായസമാണോ എന്ന് ചോദിച്ചു. പിന്നെ നമുക്കവിടെ കുറേ ടൈപ്പ് ബണ്ണുകൾ കാണാൻ പറ്റും. ബണ്ണ്, ബട്ടർ അതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് തന്നെ സെൽഫ് സർവീസാണ്. വെറൈറ്റി ഓഫ് ബൺസാണ്. പിന്നെ തൊട്ടടുത്ത കൗണ്ടറിലാണ് നമ്മുടെ സാലഡ്സ് തുടങ്ങുന്നത്. ക്യാരറ്റ്, കുക്കുംബർ, ടൊമാറ്റോ, അങ്ങനെ എല്ലാ സാധനങ്ങളുണ്ട്. പിന്നെ ഗ്രീൻ പീസ്, മറ്റേ മുളപ്പിച്ച പയർ, കോണ്, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ ഇത് കോൾഡ് സൂപ്പാണ്. പിന്നെ മറ്റതൊക്കെ എന്താണെന്ന് എനിക്കറിയില്ല. ഇതും ഞാൻ എന്താണെന്ന് ഞാൻ എടുത്തില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് ചിക്കൻ്റെയും ഫിഷിൻ്റെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് അൽഫാമാണ്. പിന്നെ പിക്കിളുണ്ട്, ബീഫിൻ്റെയും അതുപോലെ തന്നെ പ്രോൺസിൻ്റെയും പിക്കിളുണ്ട്. പിന്നെ പാൽക്കപ്പ, അതിന് കുറേ ചട്നി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് വന്നിട്ട് നമ്മളെ മുളക് ബജിയാണ്. കുറേ ബജീസ് ടൈപ്പ് കാവറ്റൽ പോലത്തെ അതാണ്. പിന്നെ ഇതെല്ലാം നമ്മൾ വറ്റലിൽ പൊടിച്ചെടുക്കുന്നതാണ്. ഇത് സീ ഫുഡിൻ്റെ തന്നെ സൂപ്പാണ്. പിന്നെ അൽഫാമും, പിന്നെ അതുപോലെ തന്നെ ചിക്കൻ ഫിംഗേഴ്സും എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ മെയിൻ കോഴ്സിലോട്ട് പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പ്ലെയിൻ റൈസ് അവിടെ ഉണ്ട്, പിന്നെ റൈത്തയുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയ മസാല എന്ന് പറയാൻ പറ്റില്ല, യെല്ലോയിഷ് റൈസ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഡാൽ കറി വരുന്നുണ്ട്. വെജിറ്റേറിയൻസിന് പറ്റിയ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പിന്നെ റൊട്ടിയും നാനും ഒക്കെ നമുക്ക് ലൈവായിട്ട് തന്നെ അവിടെ കുക്ക് ചെയ്ത് തരും. പനീർ ബട്ടർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതെല്ലാം വെജിറ്റേറിയൻകാർക്ക് ഉള്ള ഫുഡാണ്. അതൊന്നും ഞാൻ ട്രൈ ചെയ്തില്ല. പിന്നെ പ്രോൺസിൻ്റെ തീയൽ വരുന്നുണ്ട്, അതും ഞാൻ എടുത്തില്ല. ഇതെല്ലാം ചിക്കൻ്റെ 1-2 ഐറ്റംസേ ഉണ്ടായിരുന്നുള്ളൂ. മട്ടൺ ഒരു ഐറ്റം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ബീഫും ഒരു ഐറ്റം ഉണ്ടായിരുന്നു. പിന്നെ ഇത് വന്നിട്ട് ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങും ഇത് വന്നിട്ടൊരു ടൈപ്പ് ബ്രെഡ് പോലത്തെ ഇതാണ്. നമുക്ക് കാണുമ്പോൾ പെട്ടെന്ന് പിസ്സ പോലെയൊക്കെ തോന്നും, പക്ഷേ അതല്ല. ഇതെല്ലാം അതുപോലെ ഇത് വന്നിട്ട് നമ്മളെ നെയ്മീൻ കറിയാണ്. ഒരുപാട് വെറൈറ്റി ഓഫ് ഫുഡ് ഉണ്ടായിരുന്നു. ഇത് ഫിഷിൻ്റെ ആണ്. ഇത് നല്ല അടിപൊളി സാധനമായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. ഒരുപാട് ഫുഡ് ഉണ്ടായിരുന്നു. നമുക്ക് എല്ലാം ഒന്നും ടേസ്റ്റ് ചെയ്യാനുള്ള നമുക്ക് വയറുണ്ടാവില്ലല്ലോ. ഇത് വന്നിട്ട് മട്ടൻ കറിയാണ്. മട്ടൻ്റെ ഈ ഒരു ഐറ്റമേ ഉണ്ടായിരുന്നുള്ളൂ, ജസ്റ്റ് കറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അടുത്ത വന്നിട്ട് ബീഫിൻ്റെയാണ്. ഇതിൽ ജസ്റ്റ് നമുക്ക് സോസൊക്കെ ഇട്ട് മിക്സ് ചെയ്ത ഒരു ഇതാണ്. ഞാനിതുവരെയ്ക്കും ഇതിനും കഴിച്ചിട്ടില്ല, ആദ്യമായിട്ടാണ് അത് കഴിക്കുന്നത്. പിന്നെ 2 ടൈപ്പ് ജ്യൂസ് ഉണ്ടായിരുന്നു. ഫ്രഷ് ജ്യൂസ് ഒന്നുമല്ല, അവരവിടെ ലൈവായിട്ടൊന്നുമല്ല ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ടീ, കോഫി അതൊക്കെ വേണമെങ്കിൽ നമുക്ക് അതെല്ലാം പഞ്ചസാര കാര്യങ്ങളെല്ലാം ഉണ്ട്, നമുക്ക് ആവശ്യമുള്ളത് എടുക്കാം. പിന്നെ ഇത് വന്നിട്ട് നമുക്ക് കുറേ ഉപ്പിലിട്ടതാണ്. ഉള്ളി, മുളക്, അതുപോലെ പൈനാപ്പിൾ, കാട്ടുനെല്ലിക്ക, ജാമ്പയ്ക്ക, അങ്ങനത്തെ കുറച്ച് ഐറ്റംസാണ്. പിന്നെ അതുപോലെ തന്നെ കപ്പ ഉണ്ടായിരുന്നു. കപ്പ നല്ല പുഴുങ്ങിയതല്ല, നല്ല മസാല ഇട്ട കപ്പ, മീൻകറി ഉണ്ടായിരുന്നു. പിന്നെ വെജിറ്റേറിയൻകാർക്ക് ഒരു കറിയും ഉണ്ടായിരുന്നു. അതൊന്നും ഞാൻ ട്രൈ ചെയ്തില്ല. നമ്മൾ സാധാരണ നോർമലി കഴിക്കുന്ന ഫുഡുകളൊന്നും ഞാനങ്ങനെ അധികം ട്രൈ ചെയ്യാൻ നിന്നില്ല. പിന്നെ ലൈവായിട്ട് തന്നെ അപ്പം ചുടുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ളത് പറഞ്ഞാൽ അവരപ്പം തന്നെ ചുട്ടു തരും. പിന്നെ ഇതുപോലെ പാനിപ്പൂരി, ബേൽപൂരി, അതിന് കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. അതും ഫ്രഷായിട്ട് തന്നെ അവരപ്പം എങ്ങനെയാണ് വേണ്ടതെന്ന് പറയുന്നത് അതുപോലെ പാനിപ്പൂരി ആണെങ്കിലും എല്ലാം സെറ്റാക്കി തരും. പിന്നെ ഇപ്പുറത്തെ സൈഡ് തൊട്ട് പിന്നെ നമുക്ക് നമ്മൾ നേരത്തെ കണ്ട വറ്റൽ സാധനങ്ങളൊക്കെയാണ്. നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരുപാട് സാധനമുണ്ട്. ഇതൊക്കെ ഒരു സ്വീറ്റാണ്. ഇത് കാണുന്നത് സ്വീറ്റാണ്. ഇത് വന്നിട്ട് ചോക്ലേറ്റിൻ്റെ പുഡിങ്ങാണ്. പിന്നെ കുറേ
വെജിറ്റബിൾസ് നമ്മൾ അപ്പുറത്തെ സൈഡിൽ കണ്ടതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് ഫുൾ ഫ്രൂട്ട്സാണ്. ഒരു 4 ടൈപ്പ് ഫ്രൂട്ട്സ് ഉണ്ട്. ഇത് വന്നിട്ട് ഗുലാബ് ജാമാണ്. ഞാനിത് ട്രൈ ചെയ്തില്ല. ചേട്ടൻ ട്രൈ ചെയ്തിട്ട് അടിപൊളിയാണെന്ന് പറഞ്ഞു. ഈ സ്വീറ്റ്സ് എല്ലാം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. കാര്യം എല്ലാം കണ്ടപ്പോൾ തന്നെ എനിക്ക് ചോക്ലേറ്റിൻ്റെത് ക്ലിയർ അതൊക്കെ എടുത്തു. പിന്നെ പേസ്ട്രീസ് ആണെങ്കിലും 3 ഫ്ലേവേഴ്സിലുണ്ടായിരുന്നു. റെഡ് വെൽവെറ്റ് ഉണ്ടായിരുന്നു, ചോക്ലേറ്റ് ഉണ്ടായിരുന്നു, പിന്നെ സ്ട്രോബെറി ഉണ്ടായിരുന്നു. അതെല്ലാം ഞാൻ ട്രൈ ചെയ്തു. പിന്നെ ഈ ചെറിയ പുഡിങ് ഉണ്ടായിരുന്നു, മാംഗോയുടെ തന്നെ, അതും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുവിധ സ്വീറ്റ്സ് എല്ലാം ഞാൻ കവർ ചെയ്തു. അതുപോലെ തന്നെ ഇതും വന്നിട്ട് നട്ടി ബബിൾ എന്ന് പറഞ്ഞിട്ട് അതും ഒന്ന് എടുത്ത് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് പിങ്കി ജാനിക്കുമൊക്കെ ഞാൻ കൊടുത്ത് ജാനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് വന്നിട്ട് ഷുഗർ ഫ്രീയുടെ തന്നെ ഒരു പുഡിങ്ങാണ്, ഫ്രൂട്ട് കസ്റ്റർഡാണ്. പക്ഷേ ഇത് ഞാൻ ട്രൈ ചെയ്തില്ല. ഇത് വന്നിട്ട് വട്ടയപ്പം, ഇതും ഞാൻ ട്രൈ ചെയ്തില്ല. ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ എടുക്കാൻ സമയം കിട്ടിയില്ല. പിന്നെ ഐസ്ക്രീം 3 ഫ്ലേവർ, വാനില, ബട്ടർ സ്കോച്ച്, ചോക്ലേറ്റ്. പിന്നെ മക്കൾക്ക് വേണ്ടിയിട്ട് ലൈവായിട്ട് തന്നെ നൂഡിൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ സ്വീറ്റ് കോൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുമൊക്കെ റെഡിയാക്കി തന്നു. ഇതൊക്കെയാണ് ഞാൻ മെയിൻ കോഴ്സായിട്ട് എടുത്തത് ഫുഡ് കഴിക്കാനായിട്ട്. പിന്നെ നൂഡിൽസ് കുറച്ചൊക്കെ പിങ്കി കഴിച്ചിട്ടുണ്ട്. പിന്നെ ജാനിയും കുറച്ച് കൊണ്ടാട്ടമൊക്കെയാണ് എടുത്തത്. പിന്നെ സാലഡും അതുപോലെ തന്നെ കേക്കും കട്ട് ഫ്രൂട്ട്സും ഇതൊക്കെ പിങ്കിക്ക് എടുത്തതാണ്. പിന്നെ ഞാനെടുത്ത സ്വീറ്റിൻ്റെ പ്ലേറ്റാണ്. എല്ലാം ഞാൻ ഒരെണ്ണം വെച്ച് എടുത്തിട്ടുണ്ട്. എല്ലാം ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ട്. Happy birthday to you, to you. Happy birthday, happy birthday. Happy birthday to you. Hey. ഇല്ല ഞങ്ങൾ പ്ലാൻ ചെയ്ത് വന്നതൊന്നുമല്ല. കേക്ക് നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നു ബർത്ത്ഡേ ആണെന്ന്. അവിടെ വന്നപ്പോൾ മക്കളെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞപ്പോൾ സ്റ്റാഫ്സ് പെട്ടെന്ന് തന്നെ നമുക്ക് നല്ലൊരു കേക്കൊക്കെ അറേഞ്ച് ചെയ്ത് കേക്ക് കട്ടിങ് ചെയ്യാനായിട്ട് ഞങ്ങളെ വിളിച്ച് അങ്ങനെ ഞങ്ങൾ പോയി കട്ട് ചെയ്ത് ഭയങ്കര ഹാപ്പിയായി. മക്കൾ ഒരുപാട് ഹാപ്പി ആയിരുന്നു. അപ്പോൾ അതിന് ശേഷം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ താഴോട്ട് പോവുകയാണ്. അപ്പം നമ്മൾ നൂഡിൽസൊന്നും മക്കൾ കഴിച്ചിട്ടില്ലായിരുന്നു. പിന്നെ അതെല്ലാം പാഴ്സൽ ചെയ്ത് നമുക്ക് പിന്നെ തന്ന് നേരെ താഴോട്ടിറങ്ങിയപ്പോൾ നമ്മൾ നേരത്തെ കയറിപ്പോയ സമയത്ത് നമുക്ക് ലോഞ്ചിലൊന്നും അധികം സമയം ഇരിക്കാൻ പറ്റില്ല. കാര്യം കുറച്ച് തിരക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം രാത്രി ആയപ്പോഴത്തേക്കും അധികം ലോഞ്ചിലൊന്നും അധികം ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ കരുതി. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നു. പിന്നെ നമ്മൾ അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്, കാര്യം നമ്മൾ വന്ന സമയത്ത് നമ്മൾ ഫോട്ടോസൊന്നും എടുത്തില്ല. അവിടെ അധികം സമയം സ്പെൻഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് അതിനുശേഷം മക്കൾ അവിടെ കുറച്ച് നേരമൊക്കെ ഓടി കളിച്ച്. അപ്പോൾ നമ്മൾ ഇറങ്ങാൻ നേരത്താണ് നമ്മുടെ വീവിങ് കൾച്ചറിനെ കുറിച്ച് ചെറിയ ഡിസ്ക്രിപ്ഷനൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വീവിങ് മെഷീനൊക്കെ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അത് മക്കളെ കാണിച്ചു കൊടുത്ത് അവരിതിനു മുമ്പ് കണ്ടിട്ടില്ല, ഇതിലാണ് തുണി നെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. വളരെ സന്തോഷം ഉള്ളൊരു ദിവസമായിരുന്നു. നമ്മളുടെ മക്കളുടെ ജന്മദിനം എന്ന് പറയുന്നത് നമ്മളുടെ ലൈഫിലെ തന്നെ ഏറ്റവും മനോഹരമായ ദിവസങ്ങളിലെ ഒന്നാണ്. അപ്പോൾ അവരുടെ സന്തോഷം എന്ന് പറയുന്നത് അവർക്ക് ഇഷ്ടമായ ഒരു സാധനം കൊടുക്കുമ്പോഴാണ് അവർക്ക് സന്തോഷം ഉണ്ടാകുന്നത്. അവർക്ക് ഇഷ്ടമെന്ന് പറയുന്നത് ഇതുപോലെ കളിക്കുക, അതുപോലെ തന്നെ നല്ല ഭക്ഷണം കഴിക്കുക, സ്വീറ്റ്സ് കഴിക്കുക, ചോക്ലേറ്റ് കഴിക്കുക, ഐസ്ക്രീം കഴിക്കുക, അതൊക്കെ അവർക്ക് കഴിക്കാൻ പറ്റി. അവരൊരുപാട് സന്തോഷത്തിലായിരുന്നു. ഒരുപാട് അവർ എൻജോയ് ചെയ്തു. അവരുടെ എൻജോയ്മെൻറ്റ് തന്നെയാണ് നമ്മളുടെ സന്തോഷം. വളരെ നല്ലൊരു ദിവസമായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഒബൈ താമരയിൽ പോകുന്നത്. ഒരുപാട്
നല്ല ഒരുപാട് വെറൈറ്റി ഫുഡ്സ് ഉണ്ടായിരുന്നു. കുറേ ഫുഡുകളിൽ നിന്നൊക്കെ ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നതാണ്. വളരെ നല്ല ടേസ്റ്റി ആയിരുന്നു. അതുപോലെ തന്നെ അവിടുത്തെ സ്റ്റാഫ്സിൻ്റെയൊക്കെ പെരുമാറ്റം വളരെ നല്ല പെരുമാറ്റമായിരുന്നു. നല്ല പൊളൈറ്റായിട്ട് നമുക്ക് എന്താ വേണ്ടതെന്നൊക്കെ ചോദിച്ചറിഞ്ഞ് ചെയ്ത് തന്ന് ലൈവായിട്ട് തന്നെ നമുക്ക് കുട്ടികൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ അതൊക്കെ ചോദിച്ചറിഞ്ഞ് അവരത് ചെയ്തു തരാൻ അവർ വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. അതുപോലെ തന്നെ മക്കളുടെ ബർത്ത്ഡേ ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നിട്ട് കൂടിയും അറിഞ്ഞപ്പോൾ അവർ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് കേക്കൊക്കെ അറേഞ്ച് ചെയ്ത് തന്ന് വളരെ സന്തോഷമുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ആൾക്കാർ വിഷ് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി. അവിടെ വെച്ച് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫോട്ടോസൊക്കെ ഞാൻ ഇതിൽ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി മറ്റൊരു വീഡിയോയിലോട്ട് കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.